എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും യോഗ്യയാക്കിയതിനെക്കുറിച്ച് കർത്താവായ ദൈവത്തിനും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പിൻസി. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ 2 മക്കൾ, ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫ്, അവരുടെ രണ്ടാമത്തെ കുഞ്ഞ്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത്, ഇവൾ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ജസ്റ്റ് വിശേഷമായി എന്നറിഞ്ഞ സമയത്ത് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശേഷമുണ്ടോ എന്ന് സംശയം, സ്പോട്ടിങ് കണ്ടു എന്ന്. അപ്പം ജസ്റ്റ് ഡേറ്റ് കണക്കൂട്ടി നോക്കിയപ്പോൾ ഏപ്രിലാണ് ഡേറ്റ് വരുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ ഉടമ്പടി അംഗീകരിക്കുകയും ഇവരുടെ വിശ്വാസവും എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് മാർച്ച് 24 25, കാരണം 24 ഗബ്രിയേൽ മാലാഖയുടെ ദിവസമാണ്, 25 പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത ദിവസമാണ്. അങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ അനിയനും ഇവളും ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ചേച്ചി കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ജോസഫ് അച്ഛൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും എനിക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു തീഷ്ണതയോടെ ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇവളോട് ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24 25, മാർച്ച് 24 25, അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മാർച്ച് രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ ഇവൾക്ക് പ്രഗ്നൻസി സമയത്ത് ഇവൾക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഷുഗറിൻ്റെ കുഴപ്പവും, പിന്നെ കുഞ്ഞിന് കിഡ്നിയിൽ നീർവീക്കം, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി പ്രാർത്ഥനയോട് കൂടി ജനിച്ച കുഞ്ഞാണിത്, കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാർച്ച് 24 25 അങ്ങനെ ഇരിക്കാതെ ഡോക്ടർ അൾട്രാസൗണ്ടൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഡേറ്റ് കൊടുത്തു. ഏപ്രിൽ 9 ആയിരുന്നു ഡേറ്റ്. അപ്പോഴും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഇവളോടും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മാർച്ച് പാതിയൊക്കെ ആയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് നോർമലിന് സാധ്യതയില്ല, കാരണം കൊച്ച് 4.5 കിലോ ഉണ്ട്, രണ്ടാമത്തെ പ്രഗ്നൻസി ആണെങ്കിലും നോർമലിന് സാധ്യതയില്ല എന്ന് കാനഡയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നീ ഡോക്ടേഴ്സ് പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് നമുക്ക് വൈദ്യനെ തരുന്നത് എന്ന് ബൈബിളിൽ പറഞ്ഞേക്കണേ, അതുകൊണ്ട് നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങൾക്കിടെ വേറൊരു കസിന് മക്കളില്ലാതെ ഇവിടെ ഉടമ്പടി എടുത്ത് മക്കളുണ്ടായി. അപ്പോൾ അവൾക്കിടെ ഡേറ്റ് ആയിരുന്നു മാർച്ച് 24, ആ സെയിം വർഷം തന്നെ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മാർച്ച് 24 മാതാവ് വേറൊരാൾക്ക് കൊടുത്തു, നമുക്ക് മാർച്ച് 25 മതി, നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് കഴിഞ്ഞു, കൊച്ച് 4.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ച് നോർമൽ ആവില്ല, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 23-ാം തീയതി ഒരു പ്രൊസീജിയർ ചെയ്തു നോക്കും, 24-ാം തീയതി മരുന്ന് വെച്ച് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കും, അത് കഴിഞ്ഞ് 25-ാം തീയതി കൊച്ചിൻ്റെ വെയിറ്റ് അനുസരിച്ച് സിസേറിയന് സാധ്യത ആയതുകൊണ്ട് 25-ാം തീയതി സിസേറിയൻ. അപ്പോൾ ഇവൾക്കുടെ വിശ്വാസം പിന്നെയും പോയി, കാരണം സിസേറിയൻ ആണ് 25-ാം തീയതി പറഞ്ഞേക്കുന്നത്, മാർച്ച് 25. ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം സിസേറിയൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ വൈദ്യശാസ്ത്രത്തെ വിശ്വസിക്കാതെ ബൈബിളിൽ പറയുന്നത് പോലെ വൈദ്യനെ നൽകിയ കർത്താവിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറയേണ്ടത്, എൻ്റെ വിശ്വാസം മാത്രമല്ല, എൻ്റെ ഉടമ്പടി മാത്രമല്ല പരിശുദ്ധ അമ്മ അംഗീകരിക്കണേ. അപ്പോഴേക്കും ഇവർ ഓൺലൈനിൽ ഉടമ്പടിയും എടുത്തു. അപ്പം ഞാൻ പറയും, അവരുടെ ഉടമ്പടിയും അമ്മ സ്ഥിരീകരിക്കണേ എന്ന് പറയും. അങ്ങനെ മാർച്ച് 23 ആ പ്രൊസീജിയർ ചെയ്തു. പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. മാർച്ച് 24 ആ ഹോസ്പിറ്റലിൽ ഫുൾ ബെഡായിരുന്നു, അവിടെ അഡ്മിഷനും ബെഡ് ഉണ്ടായില്ല. അങ്ങനെ 25-ാം തീയതി സമയമെടുത്തു, ഏകദേശം ഒരു 9-10 മണിക്കൂർ എടുത്തു. അന്ന് അവർക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ കറക്റ്റ് ദിവസം മാർച്ച് 25 പ്രഗ്നൻസി അറിഞ്ഞപ്പോൾ ഞാൻ ഇട്ട ഡേറ്റാണ്. ഡോക്ടേഴ്സ് തന്ന ഡേറ്റ് ഏപ്രിൽ 9 ആയിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മ എൻ്റെ ഉടമ്പടി അംഗീകരിക്കുകയും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഈ അൾത്താരയിൽ ജീവനോടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്ന് പരിശുദ്ധ അമ്മ അവരുടെ കുടുംബത്തിനും വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മാർച്ച് 25 കുഞ്ഞ് ജനിച്ചു. അപ്പോൾ വൈകുന്നേരം 7 മണി, ഞാൻ ജോലിയിലായിരുന്നു. അപ്പോൾ വൈകുന്നേരം 7 മണി 6:30 ആയപ്പോൾ എൻ്റെ 7 മണിക്ക് എൻ്റെ ജോലി തീരും. അപ്പോൾ എൻ്റെ ഡേ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ 6:30 ആയപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്തേക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ച് ഞാൻ നടക്കുകയാണ്. ഒരു കൃപാസന പത്രത്തോട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഈ പത്രം എനിക്ക് ഏതെങ്കിലും ഒരു റൂമിൽ പരിശുദ്ധ അമ്മേനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കും ഇന്ന് അവർക്ക് നോർമൽ ഡെലിവറി ആവുന്നു. കാരണം ഇവർ ഓൾറെഡി അഡ്മിറ്റായിട്ട് മണിക്കൂറുകളായി ഒന്നും നടന്നിട്ടില്ല.
അങ്ങനെ ഞാൻ കയറി ചെല്ലുന്ന മുറിയിൽ പരിശുദ്ധ അമ്മേനെ പറ്റി, ഇവിടുത്തെ കൃപാസനത്തെ പറ്റിയൊക്കെ പറഞ്ഞു, ഈശോയിലുള്ള കൂടുതൽ വിശ്വാസം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദൈവത്തിലുള്ള ഇവിടെയുള്ളവരല്ല, കാനഡയിലുള്ള ഒരു അമ്മച്ചിയാണ്. അവർ പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടൊന്നും മാത്രമാണ് മോളെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇവരെന്നോട് വലിയ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാണ്. അവർക്ക് ക്യാൻസർ ആയിരുന്നു, ലങ്സിൽ ക്യാൻസർ ആയിരുന്നു. അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അഡ്മിറ്റാക്കിയായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മേനെ പറ്റിയും ഈശോനെ പറ്റിയും വിശ്വാസത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പത്രം അവർക്ക് കൊടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് നോർമലാവുന്നു. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്നും. അവിടെ കാത്തലിക്കല്ല കൂടുതൽ, മറ്റുള്ള വിശ്വാസികളാണ്, പ്രസ്ബറ്റേറിയൻസൊക്കെയാണ്. എന്നാലും കാത്തലിക്കിനോടും പ്രസ്ബറ്റേറിയൻസിനോടും ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു, പിൻസി ഓൾറെഡി 7 മണി ആവാറായി, ഇനി 5 മണിക്കൂറേ നിനക്ക് ബാക്കിയുള്ളൂ മാർച്ച് 25. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഒരു നിമിഷം മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കുഞ്ഞ് ജനിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ പോയി പരിശുദ്ധ അമ്മേനെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും കർത്താവിനെ പറ്റിയൊക്കെ പറഞ്ഞ ആ അമ്മച്ചി മെറ്റാസ്റ്റാസ് എന്ന് വെച്ചാൽ ശരീരം മൊത്തം സ്പ്രെഡായി എന്ന് പറഞ്ഞ ക്യാൻസറാണ്. അവർ ഒരാഴ്ചത്തേക്കുള്ളിൽ നടന്ന് വീട്ടിൽ പോയി. അവരെ ഈ അടുത്ത ഇടയ്ക്കും കൂടി ഞാൻ ജോലിക്ക് കണ്ടായിരുന്നു. അവർ വളരെ ഭേദമായിട്ട്, അതായത് ക്യാൻസർ സ്പ്രെഡ് ചെയ്തു, അധികം നാളില്ല എന്നൊക്കെ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ സ്പ്രെഡ് ചെയ്ത ക്യാൻസർ വളരെ ചുരുങ്ങി എന്ന് പോലും കണ്ടു. അവരെന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരെന്നോട് പറഞ്ഞു, നീ അറിഞ്ഞോ ഞാൻ വീട്ടിൽ പോവാണ്, നിൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും ചേർത്ത് എന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഒരു നിയോഗത്തിലൂടെ 2 കാര്യം എനിക്ക് സാധിച്ചു തന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ കുഞ്ഞിന് സീഷർ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജനുവരി 23, 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം. ഞാൻ ഓൾറെഡി അതിൻ്റെ കാര്യം സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പോൾ ആഴ്ചയിൽ 5-6 പ്രാവശ്യം സീഷർ വരുമായിരുന്നു. ഇപ്പോൾ അവൾക്കടെ സീഷർ ഒത്തിരി ഭേദപ്പെട്ടു. സീഷർ പൂർണ്ണമായും സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവൾക്കടെ മരുന്ന് നിർത്താൻ വേണ്ടി ഞങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്ത് നിർത്തൂലായിരുന്നു. അപ്പോൾ ഇവിടെ രാജഗിരി കാണിച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് രാജഗിരിയിലെ പീഡിയാട്രിക് ന്യൂറോ ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടറിന് കഴിവുകേട് കൊണ്ടല്ല, ഇവൾക്ക് അത്രയും മൂർച്ഛിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ എല്ലാ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഒരു അനുഗ്രഹം വരുമ്പോൾ വലിയൊരു സഹനം തരുന്നു പറയുന്ന പോലെ ഞങ്ങൾക്ക് സീഷറിൻ്റെ എണ്ണം കൂടുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സിനെയും മരുന്നും എല്ലാം കിട്ടി. അതോടൊപ്പം തന്നെ ഇവൾക്കുടെ സീഷറും കുറഞ്ഞു വന്നിരുന്നു. പിന്നെ അടുത്ത പ്രശ്നം, ഇവൾക്ക് കൊടുക്കുന്നത് ബ്രെയിനിൻ്റെ മരുന്നാണ്. അപ്പോൾ അത് സാധാ പിള്ളേർക്ക് ഒരു മരുന്നൊക്കെയാണ് കൊടുക്കുന്നത്, ഇവൾക്ക് 2 മരുന്ന് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത നിയോഗം അത് 2 നേരം. അപ്പോൾ എൻ്റെ അടുത്ത നിയോഗം അത് മരുന്ന് നിർത്തി തരണമെന്നായിരുന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് അവർ അത്ര ശ്രദ്ധിക്കില്ല. കാരണം നമുക്ക് വർഷത്തിൽ 1 പ്രാവശ്യമാണ് പീഡിയാട്രിക് ന്യൂറോയിന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സ്പെഷ്യലിസ്റ്റിനൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അവരോട് വിളിച്ച് പറയുമ്പോൾ അവർ 2-3 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മളെ തിരിച്ച് വിളിക്കുക. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളോട് പറയും, നിങ്ങൾക്ക് അടുത്തുള്ള എമർജൻസി പോയി കാണേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കാതെ 2023 അവസാനം ഡിസംബർ 12 എനിക്കന്ന് അറിയില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദിവസം കൂടിയായിരുന്നു ഡിസംബർ 12 ക്വാഡലൂപ്പ് മാതാവിൻ്റെ. എനിക്ക് അറിയില്ലായിരുന്നു. അതോടൊപ്പം വിമല പ്രതിഷ്ഠ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് തീരുമായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് രാവിലെ എന്നും 5:30 പ്രെയർ ചെല്ലുമ്പോൾ ഞാൻ പറയും, ഇതൊരു നിയോഗമായിട്ട് ഞാൻ പറയുന്നില്ല. അതോടൊപ്പം വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയും, എൻ്റെ കാര്യം കൂടി സാധിച്ചു തരണേ എന്ന് പറയും. അങ്ങനെ ഇരിക്കാതെ ഇവൾക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നഴ്സുമാർക്കൊക്കെ അറിയാം, സീഷറിൻ്റെ മരുന്ന് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഡോക്ടർ കുറച്ച് കൊണ്ടുവരണം, ഡോസ് ദിവസം കുറച്ച് കൊണ്ടുവരണം. പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിങ്ങളാണ് ആ വൈദ്യനെ എനിക്ക് തന്നത്, നിങ്ങൾ തന്നെ ആ മരുന്ന് എനിക്ക് കുറച്ച് തരണം എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ അമ്മയും ഈശോയും കൂടി, അത് എനിക്കതിന് അത്ഭുതമായിരുന്നു. ഓരോ ദിവസവും ആ ഡോസ് ഞാൻ മിസ്സാവും. ആദ്യത്തെ ദിവസം ഡോസ് മിസ്സായപ്പോൾ ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചു, അയ്യോ ഇന്നത്തെ ഡോസ് ഞാൻ മിസ്സായല്ലോ, ഇന്നത്തെ ഡോസ് ഉച്ചയായപ്പോൾ കൊടുക്കട്ടെ, ഇത് രാവിലത്തെ ഡോസ്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ച കാര്യമാണ് ഇത് സാധിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ച് പിന്നെ ഞാൻ ആ മരുന്ന് അന്ന് രാവിലത്തെ ഡോസ് കൊടുത്തില്ല. പിന്നെ അങ്ങനെ ഓരോ ഡോസും കുറഞ്ഞ് അവൾക്കടെ മരുന്ന് അങ്ങനെ 3 മാസത്തിനുള്ളിൽ, നമ്മൾ സാധാരണ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ടാപ്പർ ചെയ്ത് മരുന്ന് നിർത്തുള്ളൂ. അതിൻ്റെ ഡോസ് ഇങ്ങനെ കുറച്ച് അതങ്ങനെ പരിശുദ്ധ അമ്മ അതങ്ങനെ മരുന്നിൻ്റെ ഡോസ് നിർത്തി തന്നു. അതാണ് വേറൊരു സാക്ഷി ഞങ്ങൾക്കിടെ. പിന്നെ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് 6 വയസ്സ് കഴിഞ്ഞു. അവനെ പ്രാർത്ഥന ജീവിതം ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു, കുടുംബ പ്രാർത്ഥന. അപ്പോൾ ഉടമ്പടി എടുത്തതിലുള്ള ഒരു നിയോഗമായിട്ടാണ് ബൈബിൾ വായനയും പ്രാർത്ഥനയും കൂദാശ സ്വീകരണവും പള്ളിപ്പോക്കൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓരോ അടയാളങ്ങളിലൂടെ
ഈശോയുടെ സ്നേഹം, ഈശോയുടെ സന്തോഷം ഞങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ഈശോ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞങ്ങൾ കുർബാന കഴിഞ്ഞ്, എനിക്ക് ഭയങ്കര പനിയായിരുന്നു, അന്ന് ചൊവ്വാഴ്ച ഞങ്ങൾക്ക് കുർബാന ഉണ്ടായി ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലെ കുർബാന കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണും പോലെ സ്വർഗ്ഗം ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിനുശേഷം പരിശുദ്ധ കുർബാന എത്ര വയ്യായികയാണെങ്കിലും മുടക്കാതെ പോകാൻ ഞങ്ങൾ ശ്രമിക്കാൻ തുടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മോൻ 6 വയസ്സ് കഴിഞ്ഞു. അവനായാലും വിശ്വാസമുണ്ട്. അവൻ്റെ ഒരു പല്ല് പോയിട്ട് ഇപ്പോൾ ഒരു വർഷമാവാണ്. ആ പല്ല് എന്ത് ചെയ്താൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെന്നും ഞങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലവും ഉപ്പും മാതാവിൻ്റെ തേനും ഞങ്ങൾ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവൾക്ക് വയ്യാതിരുന്ന സമയത്ത് കുളിക്കണ വെള്ളത്തിലിട്ടും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും എന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവൻ്റെ പല്ല് വരാതെ ഒരു വർഷത്തോളമായി. അത് പക്ഷേ ഞങ്ങളൊന്നും പ്രത്യേകിച്ച് അതിന് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് പല്ല് വരുത്തിയിട്ട് തന്നെ കാര്യം, പല്ലിൻ്റെ അവിടെ നമുക്കെന്നും മാതാവിൻ്റെ ഉപ്പ് തേക്കാം എന്ന് പറഞ്ഞു. അവനും വിശ്വാസമായി. അവൻ അങ്ങനെ മാതാവിൻ്റെ ഉപ്പ് എല്ലാ ദിവസവും മുടക്കാതെ തേക്കും. അങ്ങനെ അതേപ്പോൾ അവൻ്റെ ഫ്രണ്ടിലെ പല്ല് പാതി വന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. കാരണം 1 മാസത്തിനുള്ളിലാണ് ആ പല്ല് അത്രയും പുറത്ത് വന്നത്. 1 വർഷമായിട്ട് പല്ല് പുറത്ത് വരാതെ. അപ്പോൾ ചിലർ പറഞ്ഞു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ല് കീറേണ്ട വരും എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെള്ളക്കാരാണ്. അവരോട് എൻ്റെ വിശ്വാസത്തെ പറ്റി പറയാനും കൃപാസനത്തിലെ കാര്യം പറയാനും അവർക്ക് പ്രാർത്ഥന ജീവിതം വളരെ കുറവുള്ളവരാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ താന്നു പോകുന്ന പോലെ തോന്നും അവരോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പറയും, എൻ്റെ വലതുകാരൻ ചേർത്ത് പിടിച്ച് ഈശോയോട് പറയും, ഈശോയുടെ തിരുരക്തം എൻ്റെ നാവിനെ അഭിഷേകം ചെയ്ത് അവരോട് സംസാരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, ചില സമയത്തൊക്കെ എനിക്ക് കാരുണ്യ പ്രവർത്തികൾ എല്ലാ മാസവും ഒരു തുക അതിന് വേണ്ടി നീക്കി വെച്ച് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദി പറയുന്നു. പക്ഷേ ചില മാസങ്ങൾ എനിക്ക് തിരക്കൊക്കെ ആകുമ്പോൾ 28, 29 ആകുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഈശോയോട് പറയും, ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അറിയാം ആർക്കാണ് ഈ മാസം സഹായം വേണ്ടതെന്ന്, നിങ്ങളായിട്ട് എനിക്ക് കാണിച്ചു തരണേ എന്ന് പറയും. അത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സ്വപ്നങ്ങളിലൂടെ ഞാൻ അറിയാത്ത കുടുംബത്തെ പോലും പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് കാണിച്ചു തരാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ പോകുന്നു. പിന്നെ കൂദാശ സ്വീകരണത്തിനും കുർബാനയ്ക്കും ഞങ്ങളുടെ അവിടെ ഇംഗ്ലീഷ് പള്ളിയാണ്, അതിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയും മാതാവും അതും എനിക്ക് വേണ്ടി ഒരുക്കിയതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഭാഷയിൽ അവിടെ കുർബാനയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ കാറ്റീസം തുടങ്ങി. അതൊക്കെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഇടവകയാണ്, വലിയ പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ കാറ്റീസം ഉണ്ട്. കാറ്റീസമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് മക്കളെ വളർത്താൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങൾക്ക് കാറ്റീസം തുടങ്ങി. അപ്പോൾ അതൊക്കെ ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യങ്ങളല്ലെങ്കിലും ഉടമ്പടിക്ക് ശേഷം വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ്. പിന്നെ മാസത്തിൽ 2-ൽ കൂടുതൽ മലയാളം കുർബാന കാണാനുള്ള അനുഗ്രഹം, അങ്ങനെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നുണ്ടായില്ല. ഞങ്ങൾക്കൊപ്പം കുറച്ച് പേര് ഇപ്പോൾ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് 1800, 1850 മുകളിലാണ്, 2000, 2050. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, ഇതൊരു നിയോഗമായിട്ട് ഞാൻ വെക്കുന്നില്ല, ഈ നിയോഗം വെച്ച് അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നതിൽ നല്ലത് പരിശുദ്ധ അമ്മയും ഈശോയും ഈ കാര്യം എനിക്ക് സാധിച്ചു തരണേ എപ്പോഴാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞത് ഒരു തുകയുടെ താഴെ വരണമെന്നാണ്. പരിശുദ്ധ അമ്മ ഞാൻ പറഞ്ഞ തുകയിലും $300 കുറച്ചാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം നാട്ടിൽ വരാൻ ടിക്കറ്റ് എടുത്തത്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, അന്ന് രാത്രി തന്നെ പരിശുദ്ധ അമ്മ എടുത്തു വന്നപ്പോൾ എല്ലാ സമയത്തും എൻ്റെ അനുഗ്രഹങ്ങൾ സാധിച്ചു തന്നെയും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണവും പിന്നെ നിത്യജീവൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് കാറ്റീസം ക്ലാസ്സിൽ. അതൊക്കെ എന്താ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. ഇപ്പോൾ ഒത്തിരി ആഴത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ഉടമ്പടി ധ്യാനത്തിലൂടെയും ഉടമ്പടി പാലിക്കുന്നതിലൂടെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ പണ്ടൊക്കെ ഈ കർത്താവ്, ഈശോ, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അതിനൊക്കെ ഒത്തിരി വ്യത്യാസം പരിശുദ്ധ അമ്മയും ഈശോയും വരുത്തി. പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ വരാൻ പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഇതിനെല്ലാം വേണ്ടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. റോമ 10:9 യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പിൻസി പാപ്പച്ചൻ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച വിവിധ അനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഈ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ
ആത്മീയ ജീവിതത്തിൽ വന്നിരിക്കുന്ന വളർച്ചയാണ്. കേവലം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അമ്മ മാതാവിലൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുക എന്നതിനപ്പുറം ആത്മീയമായി എങ്ങോട്ടാണോ നാം ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടത്, നിത്യതയെക്കുറിച്ച്, വിശുദ്ധ ബലിയിലുള്ള അർത്ഥപൂർണമായ പങ്കാളിത്തത്തെക്കുറിച്ച്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടുള്ള കാരുണ്യ പ്രവൃത്തികളുടെ ജീവിതത്തെക്കുറിച്ച്, യേശുവിനെ കൈമാറിക്കൊണ്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഒക്കെ നല്ല ബോധ്യത്തോടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും ഉടമ്പടി ജീവിക്കുന്ന ഒരു സഹോദരിയുടെ വാക്കുകളാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾ ആദ്യം ഡേറ്റിട്ട് പ്രാർത്ഥിച്ച ഒരു വലിയ അനുഭവത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ആദ്യം വിളിച്ച് പറയുമ്പോൾ തന്നെ 2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് മകൾ പറയുന്നത്. മാർച്ച് 24 അല്ലെങ്കിൽ 25 അന്ന് മാതാവിൻ്റെ സംരക്ഷണയിൽ അന്ന് നിൻ്റെ ഡെലിവറി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് കാര്യം കൂടി പറയുന്നുണ്ട്. ആദ്യം സഹോദരനും ഭാര്യയും കൃപാസനത്തിലുള്ള മകളുടെ വിശ്വാസത്തെ സംശയത്തോടുകൂടി കണ്ടതിന് ആ കുടുംബം കൂടി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതെന്നുകൂടി മകളുടെ വാക്കുകളിൽ ആവർത്തിക്കുന്നുണ്ട്. പലതരം പ്രതിസന്ധികളിലൂടെ ആ ഗർഭകാലം കടന്നു പോയെങ്കിലും ഓരോ അവസരത്തിലും ഏപ്രിൽ 9 എന്ന തീയതി ഡോക്ടർമാർ നിശ്ചയിച്ചുവെങ്കിലും അത് അവസാന ദിവസങ്ങളിലും അതിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെന്നെത്തിയെങ്കിലും വീണ്ടും അതിലൊന്നും എൻ്റെ അമ്മ മാതാവിലുള്ള വിശ്വാസം, ഉടമ്പടിയിലുള്ള എൻ്റെ വിശ്വസ്തമായ ജീവിതം, അത് ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തെയും പ്രാർത്ഥനകളെയും അംഗീകരിക്കുന്ന പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി നേടിത്തരുമെന്ന വലിയ പ്രത്യാശയിലാണ് മകൾ ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ആവർത്തിച്ച് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വീണ്ടും മകൾ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവസാനം അത് സിസേറിയനാകും എന്ന അവസ്ഥയെത്തി. അത് വല്ലാതെ സഹോദരിയെ ഷേക്ക് ചെയ്തു. അപ്പോഴും പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിനപ്പുറം എല്ലാം വൈദ്യന്മാരെ നിയോഗിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇതിന് മാറ്റമുണ്ടാവും. വീണ്ടും ആ ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും 25-ാം തീയതിയുടെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിട്ടും പ്രസവം നടക്കുന്നില്ല എന്നതും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. കാരണം ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൾ ഇതെല്ലാവരോടും ഈ ഡേറ്റ് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പോലും പലരും ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുകയും ഒരു ഡേറ്റ് മനസ്സിൽ വരുന്നത് മറ്റാരും അറിയാതെ ഒന്നുകിൽ ഉടമ്പടി പുസ്തകത്തിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടാം. കിട്ടിക്കഴിയുമ്പോൾ ഞാനിത് അന്ന് കുറിച്ചിട്ട് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ആദ്യത്തെ നിമിഷം തന്നെ മകളിത് ആദ്യം സഹോദരിയോട്, പിന്നീട് മറ്റുള്ളവരോടെല്ലാവരോടും ഈ മാർച്ച് 25 എന്ന ഡേറ്റ് മംഗളവാർത്ത തിരുനാളിൻ്റെ പരിശുദ്ധമ്മയുടെ പ്രത്യേകതയുള്ള ഒരു ദിവസം അതെല്ലാവരോടും പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മകളുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് പറയുക, ഇതെൻ്റെ ഉടമ്പടിയുടെ നിയോഗം സാധിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാക്കി ഈ അനുഭവം മാറുന്നതിന് വേണ്ടി, മറ്റുള്ളവർ വിശ്വസിക്കുന്നതിന് വേണ്ടി എനിക്ക് ഡേറ്റിൽ തന്നെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ പ്രസവിക്കുവാനുള്ള സാഹചര്യങ്ങളെ നൽകണമേ എന്ന മകൾ സാക്ഷ്യത്തിൽ അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. അവസാന മണിക്കൂറുകളിൽ ആ 25-ാം തീയതി തീരുന്നതിൻ്റെ അവസാന മണിക്കൂറുകളിൽ നോർമൽ ഡെലിവറി ആയിട്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ ഈ കുടുംബത്തിന് സമ്മാനിച്ചുവെന്നാണ്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ്. കാരണം ആദ്യം മുതൽ തന്നെ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക, ഒത്തിരി പ്രതിസന്ധികൾ അതിലേക്ക് ചേർന്ന് വരിക, ആ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലൊന്നും പതറാതെ ആദ്യം എടുത്ത അമ്മ മാതാവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനോട് ചേർന്ന് തന്നെയാണ് മറ്റ് സാക്ഷ്യങ്ങൾ പറയുക. അതിൽ കുഞ്ഞിൻ്റെ പല്ല് മുളയ്ക്കുന്ന കാര്യം, ഏതാണ്ട് 1 വർഷത്തോളം മുളയ്ക്കാതിരുന്ന പല്ല് ഉപ്പ് ഇട്ട് 1 മാസം പ്രാർത്ഥിക്കുമ്പോൾ 1 മാസത്തിനുള്ളിൽ പാതി വളർച്ചയിൽ ആ പല്ല് മുളച്ചു വരുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭൗതികമായ ഈ നന്മകൾക്കൊപ്പം ആത്മീയമായ പക്വത, വളർച്ച, അമ്മ മാതാവിലുള്ള ആശ്രയത്വം, കൂടുതൽ ദൈവാനുഭവങ്ങളിലേക്ക് ഉയരുവാൻ വേണ്ടി അമ്മ ഒരുക്കി കൊടുത്ത വഴികൾ, മറ്റുള്ളവരോട്, രോഗികളോട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനുള്ള സന്തോഷം പറയുന്നുണ്ട്. അവർ ദൈവവിശ്വാസം കുറവുള്ളവരാണ്, പറയുമ്പോൾ തിരികെ നെഗറ്റീവ് എനർജിയാണ് വരാറുള്ളത്. എങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ വരുന്ന മാറ്റങ്ങൾ പോലും ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരുന്നുവെന്ന
പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവകരം പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഉടമ്പടി ജീവിതം ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഏതൊരു പ്രതിസന്ധിയുടെ അവസരത്തിലും ദൈവം കൈവിടാതെ നമ്മളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരുന്ന ഒരു പ്രാർത്ഥനാ പ്രവൃത്തി ജീവിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അമ്മ മാതാവ് ഉടനടി പരിഹരിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സഹായിക്കുവാനും വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാം. അമ്മയുടെ കരം നമ്മളെ ചേർത്ത് നിർത്തും. ഈശോയുടെ സംരക്ഷണം അനുഗ്രഹമായി നമ്മുടെ ഓരോ കുടുംബത്തിലും അനുഭവിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ